എനിക്ക് ഈ ചാനൽ തുടങ്ങിയതിന് ശേഷമുള്ള ഒരു കോൺഫിഡൻസ് ആയിരുന്നു ഏത് അവിഞ്ഞ പടമായാലും മൊത്തത്തിൽ ഒറ്റ സ്ട്രെച്ചിലിരുന്ന് കണ്ടു തീർക്കാൻ പറ്റുന്നുള്ളത്. പക്ഷേ ആ കോൺഫിഡൻസ് അടിച്ച് തീർത്ത് തന്ന പടമാണ് ബറോസിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ബറോസിന്റെ പാസ്റ്റിനെ പറ്റി പറയണം. പക്ഷേ ബറോസിന്റെ പാസ്റ്റിനെ പറ്റി പറയുമ്പോൾ ആ പാസ്റ്റ് ഒന്നും എനിക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ള കാര്യം ആദ്യം പറയണം. കാരണം പാസ്റ്റിൽ ഞാൻ കേട്ടോണ്ടിരുന്ന കാര്യങ്ങൾ ഇതൊക്കെയാ. ആൻഡ് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, ജിയോ ഹോട്ട്സ്റ്റാർ ഞാൻ ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിന് സബ് ടൈറ്റിൽ അവൈലബിൾ ആയിരുന്നില്ല. അതിന്റെ ഇടയ്ക്കാണെങ്കിൽ ഏതോ മന്ത്രവാദി പെണ്ണൊക്കെ വന്നിട്ട് എന്തൊക്കെയോ പറയും. എന്തായാലും ഈ പെണ്ണിനോട് എനിക്ക് പറയാനുള്ള കാര്യം നമ്മുടെ ലാലേട്ടൻ തന്നെ വന്നിട്ട് പറയുന്നതായിരിക്കും. പക്ഷേ ലാംഗ്വേജ് ഒന്നും മനസ്സിലാകുന്നില്ലെങ്കിൽ പോലും വെറും 2 സീൻ വെച്ചിട്ട് എനിക്ക് പാസ്റ്റിലെ കംപ്ലീറ്റ് സ്റ്റോറി എന്നെ മനസ്സിലായി. അതായത് ഈ സീൻ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി തമ്പുരാൻ എന്തോ ചെയ്തിട്ട് നമ്മുടെ ലാലേട്ടനെ ചതിച്ചു. പക്ഷെ എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം ഉണ്ടായിരുന്നു, ഇയാളെയൊക്കെ എന്ത് ചെയ്തിട്ടാ ചതിച്ചതെന്ന്. കാരണം ഇയാൾ അവിടുത്തെ അതെ വെറും ഒരു അടിമയായിരുന്നു. അങ്ങനെ രണ്ടാമത്തെ സീൻ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അടിമയിൽ നിന്ന് ഭൂതത്തിലേക്ക് ട്രാൻസ്ഫോം ചെയ്യിപ്പിച്ചിട്ടാണ് എമ്പുരാൻ നമ്മുടെ ലാലേട്ടനെ ചതിച്ചെന്നുള്ളത്. എന്തായാലും ഈ ബറോസിനെ അടിമയാക്കുന്ന റിച്വൽസ് ഒക്കെ ഭയങ്കര വെറൈറ്റി ആയിരുന്നു. അതിനെപ്പറ്റിയും ഞാൻ കൂടുതൽ സംസാരിക്കുന്ന പോലുമില്ല. എന്തായിരുന്നു അതൊക്കെ? എന്തായാലും ബറോസിനെ ഭൂതമാക്കുന്നതിന്റെ ഇടയ്ക്ക് തന്നെ ഈ ഇങ്ങനെ ഒരു സാധനത്തിനെ കൂടെ അങ്ങ് പറിച്ചിടും. എന്തിനാ അറിയോ? നമ്മളെ വെറുപ്പിക്കാൻ, വെറുപ്പിച്ച് ഇല്ലാണ്ടാക്കാൻ. ഒരു വീഡിയോയും കിട്ടിയില്ല. ഇനി പറ, ഇയാൾ ആരാ? നല്ല പേര്, പക്ഷെ ഇത്രയുള്ളെങ്കിൽ ഇതിന്റെ വായിന്ന് വരുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്നറിയോ? ആഹാ, അതെന്തായിരുന്നത്? അതായത് ഈ സാധനം എത്രത്തോളം വെറുപ്പിക്കലാന്ന് വെച്ചാൽ ഇടയ്ക്ക് ഇതിന്റെ ഡയലോഗ്സ് ഒക്കെ വരുമ്പോൾ നമ്മുടെ ബറോസ് തന്നെ ഇങ്ങനെ കിളി പോയ പോലെ ഇങ്ങനെ നിൽക്കും. എന്തൊക്കെ പറഞ്ഞാൽ ഈ വെറുപ്പിക്കലിന്റെ ഒക്കെ ഇടയ്ക്ക് നമുക്ക് ആകെയുള്ള ഒരു ആശ്വാസം നമ്മുടെ ആന്റണി സാറായിരുന്നു. ആന്റണിയുടെ പിന്നിൽ നിന്ന് ചിലർ കളിക്കുക. ഇവിടെ ഉണ്ടോ? നമ്മുടെ പണിയാണല്ലോ ഇതെല്ലാം. ലാലേട്ടന്റെ എക്സ്പ്രഷൻ കണ്ടാൽ തന്നെ അറിയാം ആ വീഴ്ച സ്ക്രിപ്റ്റ് പോലും ഇല്ലാത്ത സാധനമായിരുന്നു എന്നുള്ളത്. ഇനി എന്തായാലും നമുക്ക് നേരെ സിനിമയുടെ സ്റ്റോറി ഒന്ന് നോക്കാം. സ്റ്റോറിയിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ ബറോസിനെ ഭൂതമാക്കിയതിനു ശേഷം തമ്പുരാൻ നിലവറയുടെ താക്കോലൊക്കെ കൊടുത്തിട്ട് ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് ഒരു പോക്കങ്ങ് പോകും. ഇനി ഒരു തിരിച്ചുവരവുണ്ടാവില്ല ശശി. പക്ഷെ ഇവിടെയുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ തമ്പുരാനോ അല്ലെങ്കിൽ തമ്പുരാന്റെ തലമുറയിൽ ഏതെങ്കിലും ഒരാൾക്കോ ഈ താക്കോല് കൊടുക്കാതെ നമ്മുടെ ബറോസിന് മരിക്കാൻ പറ്റില്ല. അതായത് ഈ ഐറ്റത്തിന്റെ കൂടെ ലോകാവസാനം വരെ ജീവിക്കണം. അങ്ങനെ നമ്മുടെ തമ്പുരാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞു പോയിട്ട് 400 വർഷം വരെ കഴിയും. അങ്ങനെ 400 വർഷത്തിന് ശേഷം ഈ താക്കോല് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു അവകാശം വരും. അതാണ് നമ്മുടെ ഇസ. എന്താ ബ്രോ തപ്പുന്ന? മോളെ മറന്നുപോയോ? അങ്ങനെ ഈ മോളെ പറ്റി പറയുകയാണെങ്കിൽ സ്ക്രീനിലേക്ക് ബർഗർ എടുത്തെറിയുക, സ്ക്രീനിലേക്ക് പടക്കം വിടുക, ഇങ്ങനെ എന്തൊക്കെയോ ഹോബികളാണ്. 3D പടായാണ്ടാന്ന് തോന്നുന്നു. അതായത് ഇസേനെ പറ്റി മൊത്തത്തിൽ പറഞ്ഞാൽ പക്ഷെ എന്തൊക്കെ പറഞ്ഞാൽ നല്ല അനുസരണൊക്കെ ഉള്ള ഒരു കൊച്ചാണ്. അങ്ങനെ എന്തായാലും ഈ താക്കോലും കൊടുത്തിട്ട് എങ്ങനെയെങ്കിലും ഇത് തീർക്കാനായിട്ട് നമ്മളെ ബറോസ് ഇവളുടെ പുറകെ വരും, ചുമരിലൊക്കെ ഒട്ടിയിട്ട്. എന്നിട്ട് അവസാനം ബറോസ് കഷ്ടപ്പാടുകളൊക്കെ പറഞ്ഞിട്ട് ഇവളോട് ഈ താക്കോല് വാങ്ങിക്കാനും പറയും. പക്ഷെ ഇവളാണെങ്കിൽ പിന്നെ വെള്ളത്തിൽ കൂടെ നേരത്തെ ഓടി വന്നപ്പോ അക്വാമാനായി എന്നാണോ നീ വിചാരിച്ചേ? അങ്ങനെ ഈ ട്രിക്ക് ഒന്നും ഇസയുടെ അടുത്ത് വർക്കാവുന്നില്ല എന്നും ഇവൾ ഈ അടുത്തൊന്നും താക്കോല് വാങ്ങിക്കൂല എന്ന് പറയുമ്പോൾ നമ്മുടെ ബറോസ് അടുത്ത ട്രിക്ക് ഇറക്കും. ദ അക്വേറ്റിക് ബറോസ് പ്രൊപ്പഗാണ്ട. അതായത് മീനെ കൊണ്ട് ഇയാൾ കൺവിൻസ് ചെയ്യാൻ നോക്കും ഇവളെ. അതായത് ബറോസിന്റെ അത്ര കൺവിൻസ് ചെയ്യുന്ന വേറൊരു ഭൂതം ഈ ലോകത്തുണ്ടാവില്ല. പുള്ളി ലിറ്ററലി കെഞ്ചും. എന്നിട്ട് അവസാനം കെഞ്ചി ഇസ താക്കോല് വാങ്ങിച്ചു കഴിയുമ്പോൾ പുള്ളിയുടെ ഒരു ചിരിയുണ്ട്. അങ്ങനെ ഇസ താക്കോലും വാങ്ങിച്ചിട്ട് ബറോസിന് മോക്ഷം കിട്ടി മരിക്കുന്നിടത്തുനിന്നാണ് ഈ സിനിമയുടെ സ്റ്റോറി ഉണ്ടാകുന്നത്. എന്തായാലും അങ്ങനെ സ്റ്റോറി ഇവിടെ തീരുകയാണ്. അടുത്തതാണ് അവസാനത്തെയും ആൻഡ് ദ മോസ്റ്റ് ഹൈപ്ഡ് പാർട്ട്, ബറോസ് പപ്പയുടെ ഫൈറ്റ് സീൻ. ഇതിലെ ഫൈറ്റ് സീൻസിനെ പറ്റി പറയുമ്പോൾ ഇതിൽ അടികൊണ്ട് വീണ ആൾക്കാരെ പറ്റി എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം വളരെ നാച്ചുറൽ ആയിട്ടാണ് അവർ അഭിനയിച്ചിരിക്കുന്നത്. എന്തായാലും നമ്മുടെ ബറോസിന് ഫൈറ്റ് ചെയ്യാനുള്ളതാണെങ്കിൽ തേളാംസ് ഒക്കെ ആയിട്ടാണ്.
എന്തായാലും തേളാംസിന്റെ കയ്യിൽ നിന്ന് കഷ്ടപ്പെട്ട് മരിക്കാതിരുന്നിട്ട് ഇസയുടെ കയ്യിൽ താക്കോലും കൊടുത്തിട്ട് പുള്ളി സന്തോഷത്തോടെ മരിക്കും. ഓക്കെ, എന്നിട്ട് അവസാനം പ്രണവ് മോഹൻലാലും വന്നിട്ട് എങ്ങനെയാടാ ഈ പടം കണ്ട് തീർത്തെന്നുള്ള ഒരു എക്സ്പ്രഷൻ ഇടുമ്പോഴാണ് ഈ പടം ഉണ്ടാവുന്നത്.